വെൽഡിംഗ് മേഖല ഉൾപ്പെടുന്ന ചെറുകിട വ്യവസായങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള അയേൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. വ്യവസായ സംരക്ഷണമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും സർക്കാർ ഉദ്ദേശങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്നുണ്ടാവുന്നത് അംഗീകരിക്കാനാവില്ലെന്നും കെ ബിനുമോൾ പറഞ്ഞു. ലൈസൻസ് ഇല്ലാതെയും നിയമപരമല്ലാതെയും പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ നിയന്ത്രിക്കണമെന്നും അവർ പറഞ്ഞു. അങ്ങനെ ഏതേത് മേഖല നമ്മളെടുത്ത് പരിശോധിക്കുമ്പോഴും ഇത്രമേൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുണ്ടാവുന്നു. അവിടെയൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ലോകത്തിന്റെ സാഹചര്യം, ഇന്ത്യയിലെ കർഷകർ അനുഭവിക്കുന്ന വേദന നമ്മളറിയില്ലേ. കാർഷിക മേഖല ഇന്ത്യയുടെ നട്ടെല്ലെന്ന് നമ്മളെപ്പോഴും പറയും. ആ നട്ടെല്ല് എന്ന് പറയുന്നത് ഇപ്പോൾ എവിടെ നിൽക്കുന്നു? കൃഷിക്കാരുടെ ആത്മഹത്യ ഏറ്റവും കൂടുതൽ പെരുകിയ ഒരു നാടായിട്ട് ഇന്ത്യ രാജ്യം മാറി. അപ്പോൾ അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായി എങ്ങനെയാണ് നല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിച്ച് എടുക്കാനുള്ള മാതൃകകൾ എങ്ങനെ കേരളത്തിൽ കാണിച്ചു കൊടുക്കുന്നു? ചെറിയ തോതിൽ കേരളം കാണിച്ചു കൊടുക്കണം മാതൃകയായിട്ട്. ഇന്ത്യ രാജ്യത്തെ മഹാഭൂരിപക്ഷം മനുഷ്യർക്കും വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ കഴിയാത്തൊരു ഇന്ത്യ അങ്ങനെ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് ഈ കൊച്ചു കേരളത്തിനകത്ത് എല്ലാ കുഞ്ഞുങ്ങളെയും വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുന്ന കേരളമാക്കി മാറ്റിയെടുക്കാൻ പറ്റുന്നത്? എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ വിദ്യാഭ്യാസം കൊടുക്കുന്ന നാടായി നമ്മുടെ നാടിനെ ഇങ്ങനെ മാറ്റിയെടുത്തു. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനായ മനുഷ്യൻ പോലും ഇന്ന് നമുക്കറിയാലോ, എവിടെ പോയി നിൽക്കുമ്പോഴും സാധാരണക്കാരനായ മനുഷ്യൻ, പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റുമോ കേരളത്തിലെ മനുഷ്യരെ? മൊബൈൽ വെൽഡിംഗ് സംവിധാനം നിരോധിക്കുക, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അമിത ഫീസ് ഈടാക്കൽ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അസോസിയേഷന്റെ ധർണ. ജില്ലാ പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി ആർ രവീന്ദ്രൻ, പ്രസാദ് വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.